Hello friends, good morning. Welcome to my +1 English class. All of you know only a few days are remaining for the +1 examination. You have to think very seriously how to prepare well and how to make use of the remaining days very effectively. I promise all of you, you will get a high score in English if you follow my video lessons and the study notes I am providing with the video lessons. I think all of you know what are the focus areas in English we have to study in detail. All the lessons are important, but the focus area is more important. Only 8 lessons are there in English that are given under the category of focus area. Among these 8 lessons, the 3 lessons are from the first unit. Today I am going to discuss with you the first lesson of the first unit, the story His First Flight, which is given under the focus area. ആ വീഡിയോ ലെസൺസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പൂർണ്ണമായ പ്രിപ്പറേഷനിലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ യു ഹാവ് ടു പ്രിപ്പയർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫോർ ഇറ്റ്. മറ്റുള്ള പല കളികളും ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും നാം പൂർണ്ണമായും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ചില ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്പം ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്തു, പൂർണ്ണമായും ഒരു ഏകാഗ്രത മനസ്സിന് കൊണ്ടുവന്നു. ഒരു ദിവസം പൂർണ്ണ സമയമൊന്നും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ, മറിച്ച് ഏതൊക്കെ സമയം മണിക്കൂറുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നു, കുറച്ചു നേരം എൻ്റർടൈൻമെൻറ്റിനൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വൈകുന്നേരം കളിക്കാനൊക്കെ പോകാം. എന്നിരുന്നാലും ഒരു ദിവസം ചുരുങ്ങിയതൊരു 10 മണിക്കൂറെങ്കിലും പൂർണ്ണമായി നമ്മൾ ഈ ഒരു പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതി നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ലെറ്റ് us എൻ്റർ ഇൻ ടു ദ ക്ലാസ്. അപ്പോൾ ആദ്യ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങൾ ഓരോ പാഠമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് ഉണർത്താനുള്ളത്, ഈ 3 പാഠഭാഗങ്ങളും ആദ്യ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളും they are interconnected with a common theme. ഒരു പൊതു ആശയത്തെ വെച്ചുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ പൊതു ആശയം നമ്മൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 3 പാഠഭാഗങ്ങളെയും എളുപ്പത്തിൽ വായിച്ച് അതിനെ പരീക്ഷയ്ക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ബിക്കോസ് ദർ മേ ബി ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് കോമൺ തീം. ഈ ഐഡിയയിൽ നിന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ വരാം. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് അബൌട്ട് ദ നീഡ് ഓഫ് കോൺഫിഡൻസ്. It is about the need of hard working. It is about the need of motivation. It is about the need of perseverance. അല്ലെ, ഹാർഡ് വർക്കിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, കോൺഫിഡൻസ് ഉണ്ടാവേണ്ട ആവശ്യകതയെക്കുറിച്ച്, ഹാർഡ് വർക്കിനെ കുറിച്ച്, പെർസീവറൻസിനെ കുറിച്ച്, അതായത് സ്ഥിരോത്സാഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മോട്ടിവേഷനെ കുറിച്ച്, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മോട്ടിവേഷൻ നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ നമുക്ക് ഗുണകരമായി മാറും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന ആദ്യ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളുടെയും തീം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. സോ എല്ലാ പാഠഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന മനസ്സിൽ ഈ ഒരു ആശയം ഉണ്ടായിരിക്കണം. ഓരോ ഓരോ പാഠവും ഞാൻ പറയുമ്പോൾ ഞാനത് കൂടുതൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യും. സോ ടുഡേ വി ആർ ഗോയിങ് ടു എൻ്റർ, ആസ് ഐ ടോൾഡ് യു, ദ ഫസ്റ്റ് ലെസൺ ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, റിട്ടൺ ബൈ ലിയാം ഓ ഫ്ലഹറ്റി. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഒരു കടൽ പക്ഷിയുടെ മനോഹരമായ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഓർക്കുക, നിങ്ങൾ ഇനിയുള്ള എൻ്റെ എല്ലാ വീഡിയോ ലെസൺസും കൃത്യമായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് കൂടെ ഇതിൻ്റെ ഗുണകാംക്ഷകളൊക്കെ അവരെ മാറ്റേണ്ടതുണ്ട്. ഇനിയുള്ള വീഡിയോ ലെസൺസൊക്കെ ഞാൻ ഇടവിട്ടിട്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഒപ്പം സ്റ്റഡി നോട്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് ആ നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. സോ നമ്മൾ ഇനി കൂടുതൽ നീട്ടിപ്പരത്തി കാര്യങ്ങൾ പറയുന്നില്ല. വി ആർ എൻറ്ററിങ് ടു ദ ഫസ്റ്റ് ലെസൺ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, റിട്ടൺ ബൈ ലിയാം ഓ ഫ്ലഹറ്റി. Through the story His First Flight, Liam O'Flaherty tells us the need of confidence, courage, determination, optimism, and motivation. The story also tells us the role of parents in
our success. It is actually the story of a young seagull and his family. You know, seagull, കടൽക്കാക്കയാണ്. The seagull has its parents, two brothers, and a sister. കടൽക്കാക്കകൾ കടലിനോട് ചേർന്നുള്ള പാറയിടുക്കുകളിലാണ് താമസിക്കുക. We know all the birds are meant to fly. They wanted to fly. എല്ലാ പക്ഷികൾക്കും പറക്കണം. പറക്കുക എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ they have to show courage. തൻ്റെ ഇടം കാണിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ, നീന്തം പഠിക്കണമെങ്കിൽ അറ്റ് ഫസ്റ്റ് വി ഷുഡ് ഹാവ് സം കറേജ്. ഇവിടെ യങ് സീഗളിൻ്റെ കൂടെയുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ദേ ലേൺഡ് ടു ഫ്ലൈ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ പേരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ദേ ഫ്ലൂ ടു ദ നെക്സ്റ്റ് ലെഡ്ജ് ബൈ ക്രോസിംഗ് ദ ഡീപ്പ് സീ. കടലിനെ മുറിച്ച് കടന്നുകൊണ്ട് അവർ അടുത്ത ലെഡ്ജിലേക്ക് പറന്നുപോയി. ഓൺലി ദിസ് യങ് സീഗൾ റിമെയിൻഡ് ദർ ഓൺ ദ ലെഡ്ജ്. He was unable to fly because the fear of failure disturbed him. വല്ലാത്തൊരു ഭയം ആ സീകളിനെ നിറഞ്ഞു നിന്നു. ഹൗ ടു ഫ്ലൈ. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് വളരെ പ്രസക്തമായൊരു കാര്യം കൂടെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഓവർ പാരൻറ്റിങ് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് ലൈഫിൽ നമുക്ക് കറേജ് ഉണ്ടാവുന്നതിലും നമുക്ക് സ്വയം പര്യാപ്തം നേടുന്നതിന് തടസ്സമായി മാറുന്നുള്ളത്. ഇവിടെ അപ്പുറത്തുള്ള ലഡ്ജിൽ നിന്നുകൊണ്ട് ഹിസ് മദർ ആൻഡ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ദേ സ്റ്റാർട്ടഡ് ഫ്ലൈയിങ്, ദേ സ്റ്റാർട്ടഡ് മെറി മേക്കിംഗ്. അവർ പറക്കുന്നുണ്ട്, അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അവർക്കുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ബട്ട് ഹിയർ ഓൺ ദിസ് ലെഡ്ജ് ദ യങ് സീഗൾ വാസ് അലോൺ ആൻഡ് ഹി വാസ് വെരി ഹംഗ്രി. He tried many tricks to attract his mother to him. അമ്മയെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല ട്രിക്സും നോക്കുന്നുണ്ട്. അവിടെ ഒറ്റക്കാലിൽ he stood on one leg, അങ്ങനെയൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. ബട്ട് his mother did not come to him. He was very much hungry. പക്ഷെ അമ്മ അടുത്ത് വരുന്നില്ല. അമ്മ അടുത്ത് വന്നിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നില്ല. Finally, when the young seagull was totally exhausted with hunger, the mother came near to him with a fish on her beak. ഒരു ചെറിയൊരു മത്സ്യത്തെയും കൊത്തിപ്പിടിച്ചുകൊണ്ട് അമ്മ അടുത്തേക്ക് വരികയാണ്. The young seagull was very happy. സന്തോഷം തോന്നി. young seagull ran to the edge of the ledge. ആ ഒരു പാറക്കെടുക്കിൻ്റെ തട്ടിൻ്റെ അറ്റത്തേക്ക് ഓടിപ്പോയി. The young seagull when the mother seagull reached very near to this young seagull, it stopped there on the air. അവിടെ വായുവിലൂടെ നിൽക്കുകയാണ്. വിശന്ന് വലഞ്ഞ ഈ യങ് സീഗൾ ആ ഭക്ഷണം മുന്നിൽ കണ്ടപ്പോൾ he just jumped to that, leaped on it, അതിലേക്ക് ചാടുകയാണ്. The young seagull started to fall to the sea, the deep of the sea. But after some seconds, what happened, you know, the young seagull was able to move his wings. ചിറകുകൾ ഇങ്ങനെ വിരിയാൻ തുടങ്ങി. And he started to fly. He learned to fly. പറക്കാൻ പഠിച്ചു, പറക്കാൻ തുടങ്ങി. Then he was very happy. Oh, his mother, his brother, sisters, everybody came near to him. They also flew with him. എല്ലാവരും അവൻ്റെ കൂടെ പറന്നു. ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിൻ്റെ ആദ്യത്തെ പറക്കലതായിരുന്നു. ആൻഡ് ഫൈനലി ഹി ടച്ചസ് ദ സീ. സമുദ്രത്തിൽ തൊട്ടു. അറ്റ് ദാറ്റ് ടൈം ആൾസോ ഹി വാസ് അഫ്രൈഡ് വാട്ട് വിൽ ഹാപ്പൻ വെൻ ഹി ടച്ചസ് ദ സീ. കടലിൽ മുങ്ങിപ്പോകുമെന്ന് പേടിച്ചു. ബട്ട് ദർ ആൾസോ ഹി ഫ്ലോട്ടഡ് ഓൺ ദ സീ. കടലിൻ്റെ മേലെ പൊങ്ങിക്കിടക്കാൻ അതിന് സാധിച്ചു. ഹി ലേൺഡ് ഇറ്റ്. അതും പഠിച്ചു. അങ്ങനെ ആ ഒരു ഹാപ്പിനെസ് അവരെല്ലാവരും കൂടെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അവർ പിന്നെ അവർക്കുള്ള
ഫുഡ് കണ്ടെത്തുന്നു, കൊച്ചു മത്സ്യങ്ങളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. ആ ഒരു വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് സ്റ്റോറി അവസാനിക്കുന്നത്. ഇവിടെ ഐ ടോൾഡ് യു, ഈ കഥ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം ആണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രസക്തമായത്. വൺ ഈസ് ദ റോൾ ഓഫ് പേരൻസ് ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൽ നമ്മുടെ പേരൻസിൻ്റെ റോൾ എന്ത് എന്നുള്ളത് ഇവിടുത്തെ മദർ സീകളിൽ ഒരു എക്സാമ്പിളാണ്. യങ് സീകളിൽ പറക്കാൻ പഠിക്കാനുള്ള കാരണം മദർ സീകളിൽ നേരെ ഓരോ സമയവും യങ് സീകളിന് അടുത്ത് വന്ന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ ദിസ് യങ് സീകൾ നെവർ ഫ്ലൈ. മാത്രമല്ല ഇറ്റ്സ് ഫിയർ ഓഫ് ഫെയിലിയർ വിൽ ഇൻക്രീസ്. ആ ഭയം കൂടി ഒരിക്കലും പറക്കാത്തവനായി മാറുമായിരുന്നു. പക്ഷെ അവിടെ the mother seagull, it did not come near to him. He avoided the young seagull, and finally when he came near to this young seagull, he stayed on the air, and he made this young seagull to fly. Got it? സോ പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ളൊരു ഭാഗം ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തത് മോട്ടിവേഷനാണ്. ബിഹൈൻഡ് ദ സക്സസ് ഓഫ് ഈച്ച് ആൻഡ് എവരി വൺ ദ മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ അമ്മ ഒരു മോട്ടിവേഷനായിരുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്ത, നമ്മെ പല സക്സസ്സും നേടിയെടുക്കാൻ നമ്മെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ടാവും. അവരെക്കുറിച്ചുള്ളൊരു ചോദ്യവും അത്തരം അനുഭവം എഴുതാൻ വേണ്ടിയുള്ള ചോദ്യവും പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അങ്ങനെ പറഞ്ഞു പോകുന്നത്. അതുപോലെ പിന്നെ ഈ ഒരു സ്റ്റോറി നമുക്ക് നൽകുന്ന ആശയം, ഹാർഡ് വർക്ക് ഈസ് നീഡഡ് ഫോർ ഈച്ച് ആൻഡ് എവരി സക്സസ് ഇൻ അവർ ലൈഫ്. പെർസീവറൻസ് ഈസ് നീഡഡ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എന്ത് വിജയം നേടണമെങ്കിലും കഠിനമായ പ്രയത്നം വേണ്ടി വരും. പറക്കാൻ പക്ഷികൾ ആദ്യ ദിവസം തന്നെ പറക്കാൻ കഴിയില്ല. അപ്പം റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ പറക്കാൻ പറ്റുള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ലഭിക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ലിയാം ഓഫ് ലഹേർട്ട് ഈ ഒരു കഥയിലൂടെ ഒരു വലിയൊരു മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാണ്. അപ്പോൾ ഓർക്കുക, ഈ ഒരു സ്റ്റോറി, ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ദാറ്റ് യങ് സീഗൾ ഹാസ് 2 brothers ആൻഡ് എ സിസ്റ്റർ. അവരൊക്കെ പറക്കാൻ പഠിച്ചു, ഇതിന് പറക്കാൻ പറ്റിയില്ല. അവസാനം അമ്മയുടെ ഒരു മോട്ടിവേഷനിൽ, അല്ലെങ്കിൽ അമ്മ അതിനൊരു ആ തരത്തിലൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് യങ്സ്റ്ററുകളിന് പറക്കാൻ സാധിച്ചു. ആ ഒരു പറക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആൻസർ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട്, ഒപ്പം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും. നിങ്ങളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് തീർത്തു തരുന്ന രൂപത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ പ്രകടിപ്പിക്കാനും എക്സ്ട്രാ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാനും എനിക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ആ ഗ്രൂപ്പിൽ, ടെലഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു യു. നിങ്ങൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി ഈ ആദ്യ പാഠഭാഗത്തെക്കുറിച്ച് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൽ ഡിസ്കഷൻ ബോക്സ് കൊടുത്തിരിക്കുന്ന അതിൻ്റെ സ്റ്റഡി നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഞാൻ ഡിസ്കോസ് ടൈപ്പ്, അതായത് 5 മാർക്കിൻ്റെയും 6 മാർക്കിനും വരാനേറെ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരവുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് അത് വായിച്ച് എഴുതിയെടുക്കണം, വേണമെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ ലെസണുമായിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും. ഫോക്കസ് ഏരിയയുടെ ക്ലാസ്സുകൾക്കാണ് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് കഴിഞ്ഞാൽ മാത്രമാണ് മറ്റ് പാഠങ്ങളിലേക്ക് പോവുക എന്ന് കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു നൈസ് ഡേ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.